ഹലോ! നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി കണ്ടാലോ? ഞാൻ നിങ്ങൾക്ക് അത്രയ്ക്ക് ഉറപ്പ് തരുവാണേ, നിങ്ങളിത് ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോയാലോ? ഞാനിവിടെ 3 മാങ്ങ ഇതുപോലെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊലിയോട് കൂടി തന്നെ കട്ട് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഈത്തപ്പഴവും മുളക് പൊടിയുമാണ്. ഞാനിവിടെ ഒരു 11 ഈത്തപ്പഴവും 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സിർക്ക ചേർത്ത് കൊടുക്കണം. ഈത്തപ്പഴത്തിലേക്കും മുളക് പൊടിയിലേക്കും സിർക്ക ചേർത്ത് ഒരു 15-20 മിനിറ്റ് വരെ കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കണം. നമ്മുടെ ഈത്തപ്പഴമൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി മിക്സിയുടെ ജാറിലേക്കിട്ട് പേസ്റ്റാക്കി എടുക്കണം. സെപ്പറേറ്റ് ആയിട്ട് വേണം പേസ്റ്റാക്കി എടുക്കാൻ. മുളക് അരച്ച ജാറിൽ തന്നെ ഈത്തപ്പഴം ഇട്ട് പേസ്റ്റാക്കിയത് കൊണ്ടാണ് അതിൻ്റെ കളർ ഒരു വ്യത്യാസം കാണുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 12 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിനുള്ള കറിവേപ്പില. ഇനി അടുപ്പത്ത് ചട്ടി വെച്ച് ചട്ടി ഒന്ന് ചൂടാകുമ്പോഴേ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. എള്ളെണ്ണയാണ് സാധാരണ അച്ചാറിന് യൂസ് ചെയ്യൽ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായാൽ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കണം. കടുക് നന്നായി ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റി കൊടുക്കണേ. കറിവേപ്പില വഴന്ന് വന്നാൽ നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടില്ലേ, ആ മുളക് അതിലോട്ടേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈത്തപ്പഴം കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. മുളകിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പച്ചമണമൊക്കെ മാറി സംഭവം ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് അരിഞ്ഞു വെച്ച മാങ്ങ കഷ്ണങ്ങളില്ലേ, അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മുളകും ഈത്തപ്പഴവും എല്ലാം മാങ്ങയിലോട്ടേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് വരട്ടെ. അതുവരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് എത്രയാണോ വെള്ളം ആവശ്യമായിട്ടുള്ളത് അത് ഒഴിച്ചു കൊടുക്കുക. തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല, കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം. നമ്മുടെ മാങ്ങ അച്ചാർ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണേ. മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. ഇത് റെഡിയാക്കിയിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ബോട്ടിലിൽ വെച്ച് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.